ആരാണ് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വെറും ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. അതായത് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വെറും ഒരു റെപ്രസെന്റേറ്റീവ്. ചോദ്യം ചോദിക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരന്റെയും അവകാശമാണ്. ഉത്തരം തരുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എന്നെ സുഡാപ്പിയാക്കും, കമ്മിയാക്കും, വേണ്ടി വന്നാൽ രാജ്യദ്രോഹി വരെയാക്കും ഇവിടുത്തെ സോക്കോൾ സംഗീസ്. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യണം, വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യണം. ഒരു കാര്യം മനസ്സിലാക്കണം, രാജ്യത്തെക്കാൾ വലുതല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അതിലെ നേതാക്കളും. രാജ്യമാണ് പ്രധാനം. അത് കഴിഞ്ഞിട്ടേ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ഉള്ളൂ, അതിലെ നേതാക്കളും ഉള്ളൂ. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. നമ്മുടെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് തൊട്ട് മുൻപായി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2024 മാർച്ച് 10 നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12 എയർപോർട്ടുകളാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിൽ 5 എണ്ണം ഉത്തർപ്രദേശിലാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിലൊന്നാണ് ചിത്രകൂട്ട് എയർപോർട്ട്. ഈ ചിത്രകൂട്ട് എയർപോർട്ട് സീസ് ചെയ്തിട്ടുള്ളത്, അതായത് ഡിസംബർ 16, 2024 ആകുമ്പോഴേക്കും അത് പ്രവൃത്തി ഇല്ലാതെയായിട്ടുണ്ട്, അതായത് ഇൻആക്റ്റീവ് ആയിട്ടുണ്ട്. അതായത് മാർച്ചിൽ ഉദ്ഘാടനം നടത്തി ഡിസംബർ ആകുമ്പോഴത്തേക്കും പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഇതിന്റെ ബിൽഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 146 കോടി രൂപയാണ് ഈ ഒരു എയർപോർട്ടിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഏകദേശം ഒരു വർഷമായി അവിടെ യാതൊരു തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസും നടക്കുന്നില്ല. എന്നാൽ അവിടെ ഏകദേശം 70ഓളം പേഴ്സണൽസ് അവിടെ ഇപ്പോൾ എംപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അപ്രോക്സിമേറ്റ്ലി 40ഓളം CISF സ്റ്റാഫുകളാണ്, സെക്യൂരിറ്റി സ്റ്റാഫുകളാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 2024 12 എയർപോർട്ടുകളാണ് പുതുതായിട്ട് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 5 എണ്ണം ഉത്തർപ്രദേശിലാണ്. ആ 5 എണ്ണം എന്ന് പറയുന്നത് ഒന്ന് ചിത്രകൂട്ടാണ്, പിന്നെ അസംഗഡ്, പിന്നെ ശ്രാവസ്തി, അതുപോലെ മുറാദാബാദ് ആൻഡ് അലിഗഡ്. ഇതൊക്കെ ഏകദേശം ക്ലോസ്ഡ് ആണ്. കാരണം അസംഗഡ് എയർപോർട്ട് എന്ന് പറയുന്നത് അസംഗഡ് ലക്നൌവിലേക്കുള്ള ഫ്ലൈറ്റുകളാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നവംബർ 23, 2024 ആകുമ്പോഴേക്കും അത് മുഴുവനായിട്ടും നിന്നു. അതായത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പാസഞ്ചേഴ്സ് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പാസഞ്ചേഴ്സ് കുറഞ്ഞു, അതോടെ അത് ഇൻആക്റ്റീവ് ആയി ആ എയർപോർട്ട്. അതുപോലെ അലിഗഡ് എയർപോർട്ടിലാണെങ്കിൽ ഒരു മാസത്തിനുള്ളിലാണ് അത് ഇൻആക്റ്റീവ് ആയത്, ഡിസ്കണ്ടിന്യൂ ചെയ്തത്, അത് ഉപയോഗശൂന്യമായിട്ടുള്ളത്. അതുപോലെ മുറാദാബാദ് എയർപോർട്ടിലും സെയിം അവസ്ഥ തന്നെയാണ്. ആദ്യം ഇനീഷ്യലി 4 ദിവസം ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അതൊക്കെ നിർത്തലാക്കി. ഇനി ശ്രാവസ്തി എയർപോർട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഫെയർ എന്ന് പറയുന്നത് 523 രൂപയാണ്. പക്ഷെ അതുപോലും ആളുകൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതും എയർപോർട്ടും ക്ലോസ് ചെയ്തു. സഹാറാൻപൂർ എയർപോർട്ടിന്റെ കാര്യമാണെങ്കിൽ അത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് 2024 ഒക്ടോബർ 20-നാണ്. അതിന്റെ ബിൽഡിംഗ് കോസ്റ്റ് 55 കോടി രൂപയാണ്. എന്നാൽ ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് പോലും ഇതുവരെ ടേക്ക് ഓഫ് ആയിട്ടില്ല. അതായത് ഇതുവരെ യാതൊരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും അവിടെ നടന്നിട്ടില്ല. ഒരു എയർപോർട്ട് ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രം, അവിടെ യാതൊരു തരത്തിലുള്ള ആക്ടിവിറ്റീസും നടന്നിട്ടില്ല. ഇനി ഉത്തർപ്രദേശിൽ തന്നെ ഏകദേശം 5 പുതിയ എയർപോർട്ട് ഒന്നുകിൽ അണ്ടർ കൺസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള 5 പുതിയ എയർപോർട്ടുകളാണ് ഉത്തർപ്രദേശിൽ വരാൻ പോകുന്നത്. എന്തിനാണെന്നറിയില്ല, ഇതുപോലെ തുറന്ന് അതുപോലെ ആക്റ്റീവ് ആവാതെ ഇൻആക്റ്റീവായി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പൂട്ടിയിടാൻ വേണ്ടിയിട്ടായിരിക്കും ഇനിയും എയർപോർട്ടുകൾ തുടങ്ങുന്നത്. ഇതിന് പകരം വല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സും എഡ്യൂക്കേഷൻസും ഒക്കെ, കുട്ടികൾക്ക് സ്കൂളും എഡ്യൂക്കേഷൻസും ഒക്കെ തുടങ്ങിക്കൊടുത്താൽ, അയ്യോ എഡ്യൂക്കേഷൻസ് പാടില്ല. കാരണം എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ചോദ്യം ചോദിക്കുന്നത് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മര്യാദയ്ക്ക് ഒരു പ്രസ് കോൺഫറൻസ് പോലും വിളിക്കാത്തത്. എന്തിനേറെ പറയുന്നു, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ജയിച്ചിട്ട് പോയിട്ടുള്ള MP, തൃശ്ശൂരിലെ MP രാജാവെന്ന് അഭിസംബോധന ചെയ്യാം. കാരണം നമ്മളെപ്പോലത്തെ ആളുകളെ അവർ പ്രജകൾ എന്നാണ് പറയുന്നത്. അപ്പം അവർ രാജാവല്ലേ. അവർ മാധ്യമങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരാണ്, ആരോടാണ് സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം. അതിൽ ആരാണ് എന്നുള്ളൊരു ചോദ്യം, അവർ മീഡിയയാണ്. ജനങ്ങൾ ചോദിക്കണം എന്ന് കരുതിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളാണ് അവർ. അല്ലാതെ എല്ലാ ജനങ്ങൾക്കും നിങ്ങളോട് വന്ന് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അതിനു പകരം അവർ ചോദിക്കും. പിന്നെ ആരാണ് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വെറും ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. അതായത് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വെറും ഒരു റെപ്രസെന്റേറ്റീവ്. ചോദ്യം ചോദിക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരന്റെയും അവകാശമാണ്. ഉത്തരം തരുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്,
നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഒരു മുൻ BJP MLA, ഉത്തർപ്രദേശിലെ ഒരു മുൻ BJP MLA പറയുന്നത് കേട്ടോ, ഹിന്ദുക്കളെ, നിങ്ങൾ 10 മുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുവരൂ, 10ൽ കുറയരുത്, കൊണ്ടുവരുന്നവർക്ക് ഭക്ഷണവും ജോലിയും ഞങ്ങൾ നൽകുമെന്ന്. ഇവരുടെ ഏതെങ്കിലും എലക്ഷൻ പ്രചരണം വർഗീയത പറയാതെ ഏതെങ്കിലും ഒരു എലക്ഷൻ പ്രചരണമുണ്ടോ? എന്റെ അറിവിലില്ല. എങ്ങനെ പറഞ്ഞാലും ഇവർ വർഗീയതയിലേക്ക് എത്തും. അല്ലാതെ ഡെവലപ്മെന്റ്സോ മറ്റു കാര്യങ്ങളൊന്നും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഒന്നും പറഞ്ഞിട്ട് ഇവർ വോട്ട് പിടിക്കാറില്ല. ഇവർ പറയുന്നത് വർഗീയത മാത്രമാണ്. ഇതാ ഇപ്പോൾ ബീഹാറിൽ ജൻസി സ്ഥാനാർത്ഥിയാണ്, BJPയുടെ ജൻസി സ്ഥാനാർത്ഥി. അവർ പറഞ്ഞിട്ടുള്ളത് ജയിച്ചാൽ അലിനഗറിന്റെ പേര് സീതാനഗർ എന്നാക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വോട്ട് പിടിക്കാനുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ സ്കൂൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ടോയ്ലറ്റ്സ് കൊണ്ടുവരാം, അല്ലെങ്കിൽ റോഡ് കൊണ്ടുവരാം, മറ്റു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാം എന്നൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ഒരു നഗരത്തിന്റെ പേര് മാറ്റി വേറൊരു പേരാക്കാം. ഇത് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളോട് ഇവർ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നു ചിന്തിച്ചു നോക്കണം. രാജ്യത്ത് എക്സ്ട്രീം പോവേർട്ടിയുടെ കണക്കുകൾ എന്ന് പറയുന്നത് 75 മില്യൺ ആളുകളാണ് എക്സ്ട്രീം പോവേർട്ടിയിലുള്ളത്. പോവേർട്ടിയിലുള്ളത് വേറെ കാറ്റഗറി. എക്സ്ട്രീം പോവേർട്ടിയിലുള്ള ആളുകളെ കണക്കുകളാണ് പറഞ്ഞത്. ഇതും 2023 കണക്കാണ്. അതിനുശേഷം ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ഈ റിപ്പോർട്ട് മാത്രമല്ല, ക്രൈം റെക്കോർഡ് ബ്യൂറോ നൽകുന്ന ക്രൈംസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ 2022-23 ഏറ്റവും അവസാനമായിട്ടുള്ള, അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന റിപ്പോർട്ട് തന്നിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് റിപ്പോർട്ടില്ല. ഈ വർഷം ലോക്സഭയിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചു, എന്തുകൊണ്ട് റിപ്പോർട്ട് തരുന്നില്ല, ക്രൈംസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രൈംസ് ഓൺ വുമൺ എന്ന റിപ്പോർട്ടുകൾ നൽകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഹോം മിനിസ്റ്റർ പറഞ്ഞ മറുപടി 2023 ഡാറ്റാസ് ആണ്, അത് ഇതുവരെ കളക്ട് ചെയ്ത് കഴിഞ്ഞില്ല, അത് അനലൈസ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും എന്ന്, അല്ലെങ്കിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ ലോക്സഭയിൽ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഡിജിറ്റൽ ഇന്ത്യയാണ്. അപ്പോൾ ഇതൊക്കെ ഡിജിറ്റലി റെക്കോർഡഡ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ടൈം വേണം? 2023 ഇത് 2025 കഴിയാറായി, ഇതുവരെ അവർ സബ്മിറ്റ് ചെയ്തില്ല. എന്തുകൊണ്ട്? ചിന്തിക്കണം. ദൈവം ബുദ്ധി തന്നിട്ടുള്ളത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ചില പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആർക്കറിയാം. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, ജയ് ഹിന്ദ്.